നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. വീണ്ടും കേരളം വലിയൊരു പ്രളയത്തെ നേരിടുകയാണ്. നമ്മുടെ മുന്നിൽ 2018-ലെയും 2022-ലെയും ഒക്കെ പ്രളയത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. ഈ പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒട്ടേറെ വിവാദങ്ങളുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പരാതികളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ന്യൂയോർക്കിലിരുന്നുകൊണ്ട് ഇത് ചെയ്യാനുള്ളൊരു പ്രധാന കാരണം, കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ ഒരു പ്രഖ്യാപനമാണ്. അതായത് പ്രളയത്തിൻ്റെ ഒരു പ്രധാന കാരണം നദികളിലെ മണൽ അടിഞ്ഞുകൂടിയതാണെന്നും അത് നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് ഉടനെ പഠിച്ച് നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2018-ലെ വലിയ പ്രളയം നമുക്കെല്ലാം ഓർമ്മയുണ്ട്. ആ പ്രളയം കഴിഞ്ഞപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം അതിനുശേഷം നെതർലാൻഡിലൊക്കെ സന്ദർശനം നടത്തി മടങ്ങി വന്ന ശേഷം പറഞ്ഞു, റൂം ഫോർ റിവർ എന്ന പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കും. അദ്ദേഹം അത് നെതർലാൻഡിൽ നിന്നും മനസ്സിലാക്കി പഠിച്ചു വന്നൊരു സംഗതിയാണ്. റൂം ഫോർ റിവർ എന്ന് പറഞ്ഞാൽ പുഴകൾക്ക് വേണ്ടിയിട്ട് മുറി ഉണ്ടാക്കി വെക്കുക എന്നല്ലല്ലോ. പുഴകളിലെ ജലസംഭരണത്തിനുള്ള അളവ് വർദ്ധിപ്പിക്കുക. നമ്മുടെ പുഴകൾക്കെല്ലാം സംഭവിച്ചത് നമുക്കറിയാം. മണ്ണടിഞ്ഞ് നമ്മുടെ പുഴകളുടെ എല്ലാം ആഴം കുറഞ്ഞു. പുഴകളുടെ തീരങ്ങളിലെ അനധികൃത കുടിയേറ്റങ്ങൾ വഴി തീരത്തും വെള്ളം സംഭരിക്കാൻ വയ്യാത്ത, അല്ലെങ്കിൽ വെള്ളം കടന്നു പോകാനില്ലാത്ത ഉള്ള അവസരങ്ങളില്ലാതെ പോയി. ഇത് പരിഹരിക്കാൻ ഉടനെ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 8 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇതെവിടം വരെ എത്തി? ഞാൻ മനസ്സിലാക്കുന്നത്, അതിനുശേഷം 2025 ഒരു ഉത്തരവിറക്കി. ഏതാണ്ട് 17 നദികളിലെ മണൽക്കൂമ്പാരം നീക്കാനായിട്ട് ഉത്തരവിറക്കി. എന്നിട്ട് എവിടെയൊക്കെ മണൽ നീക്കി. അതിനു മുമ്പ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ബജറ്റിൽ വലിയൊരു പ്രഖ്യാപനം കൊണ്ടുവന്നു. കേരളത്തിലെ ഡാമുകളിലൊക്കെ മണ്ണും മണലും അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഈ മണൽ നീക്കം ചെയ്യും. ആ മണൽ നീക്കി ആ മണൽ വിറ്റ് ബജറ്റിലേക്ക് ഇത്ര കോടി രൂപ ഉണ്ടാക്കുമെന്നും കൂടെ അദ്ദേഹം ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നിട്ട് എന്തുമാത്രം മണൽ ഡാമുകളിൽ നീക്കം ചെയ്തു? ഇതൊക്കെ പരിശോധിക്കാതെ വീണ്ടും പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. എന്താണ് കഴിഞ്ഞ സർക്കാർ കഴിഞ്ഞ 10 വർഷം ചെയ്തത്? 2018-ലെ പ്രളയത്തിന് ശേഷം പിന്നെയും ഉണ്ടായിരുന്നല്ലോ ഒരു 8 വർഷം കൂടി. ഈ 8 വർഷത്തിനുള്ളിൽ LDF സർക്കാർ കേരളത്തിലെ നദികളിലെ മണൽ നീക്കാൻ വേണ്ടിയും കേരളത്തിലെ ഡാമുകളിലെ മണൽ നീക്കാൻ വേണ്ടി എന്ത് ചെയ്തു? എവിടെയാണ് പരാജയപ്പെട്ടത്? ഇത് പഠിക്കാതെ വീണ്ടും ഇത് പ്രഖ്യാപിച്ചിട്ട് എന്ത് കാര്യമിരിക്കുന്നു? അപ്പോൾ റൂം ഫോർ റിവർ എന്ന് പ്രഖ്യാപിച്ച് ഇവിടുത്തെ നദികളുടെ സംഭരണശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് നടത്തിയ പ്രഖ്യാപനങ്ങൾ എല്ലാം കടലാസിൽ തന്നെ അവശേഷിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അത് ഇങ്ങനെ പരാജയപ്പെട്ടു എന്ന് സർക്കാർ പറയണം. ഞാൻ പറയുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കും പിന്നീട് വന്ന ധനമന്ത്രിയായ ബാലഗോപാലും അന്നത്തെ 2 മന്ത്രിസഭയിലെയും ജലസേന വകുപ്പ് മന്ത്രിമാരും ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്യട്ടെ. അല്ലാതെ അതിനകത്ത് രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണം നടത്തിയതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലല്ലോ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ ബ്രീഫിങ്ങിൽ എന്തായിരുന്നു പ്രധാന ചർച്ച? മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് 3 മണിക്ക് ഭക്ഷണം കഴിച്ചതിനെക്കുറിച്ചായിരുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചത് എനിക്ക് വിശന്നിട്ടാണെന്ന് മുഖ്യമന്ത്രി അങ്ങനെ ഭക്ഷണം കഴിക്കാവോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു. ഏകദേശം ഞാൻ തോന്നുന്ന ഒരു 3/4 മണിക്കൂർ നേരത്തെ മന്ത്രിസഭാ യോഗത്തിൻ്റെ ബ്രീഫിങ്ങിൻ്റെ ഏകദേശം 15-20 മിനിറ്റോളം ഇതായിരുന്നു സംസാരം. ഇതാണോ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം? മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് പോയി ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? അത് മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് 3 മണിക്ക് ഭക്ഷണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ വളരെ സുഗമമായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് നടക്കുമായിരുന്നു, അല്ലെങ്കിൽ പ്രളയം ഒഴിവാക്കാൻ കഴിയുമായിരുന്നോ? അപ്പോൾ സില്ലിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് ഗൗരവമുള്ള കാര്യങ്ങൾ ആ പത്രസമ്മേളനത്തിൽ എങ്കിലും ചോദിക്കേണ്ടതല്ലായിരുന്നോ? ഇതുവരെ മണൽ നീക്കം ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? എന്തുമാത്രം മണൽ നീക്കം ചെയ്തു? ആർക്കും അതൊന്നും അറിയണ്ട. ഇനിയും പ്രഖ്യാപനം വരുന്നു. ഇനി ഒരു 2 വർഷം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും അന്നും ഈ ചോദ്യം ഉയരും. അന്നും ഒരു പ്രളയം ഉണ്ടാകും. കാരണം ഇത് മിന്നൽ പ്രളയമാണ്. എൽ നിനോ എന്ന പ്രതിഭാസം കാരണം സമുദ്രത്തിലെ വെള്ളത്തിന് ക്രമാതീതമായി താപം ഉയരുകയും ആ വെള്ളം മേഘമായി മാറുകയും അത് വലിയ മേഘവിസ്ഫോടനം വഴി നമ്മുടെ നാട്ടിൽ മണ്ണിലേക്ക് പെയ്തിറങ്ങുകയും ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കി. അതുകൊണ്ട് ഉരുളുപൊട്ടുന്നു, മിന്നൽ പ്രളയമുണ്ടാകുന്നു, ഇതെല്ലാം അറിയാം. പക്ഷേ പരിഹാരം മാത്രം ഒന്നിനുമില്ല.
മഴ ഉണ്ടാകുന്നതിനെക്കുറിച്ച് പോലും കൃത്യമായ പ്രവചനം നടത്താൻ കഴിഞ്ഞില്ല. വൈകുന്നേരം ഈ മേഘവിസ്ഫോടനം വഴി വൻ മഴ പെയ്യുന്ന സമയത്ത് റെഡ് അലേർട്ട് അല്ല, വെറും യെല്ലോ അലേർട്ടാണ് ഉണ്ടായിരുന്നത്. മഴ പെയ്ത് ഈ പ്രളയമുണ്ടായതിനു ശേഷം രാവിലെ 7 മണിക്കാണ് റെഡ് അലേർട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥാ പ്രവചനത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ട് ഇപ്പോഴും. നമുക്കിപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ കൃത്യമായിട്ട് ഇത് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു സങ്കടമാണ്. അതൊരു വശം. രണ്ടാമത്തേത്, ഇനിയൊരു പ്രളയം ഉണ്ടായാൽ തന്നെ ആളുകളുടെ ദുരിതം കുറയ്ക്കാൻ വേണ്ടിയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ, വീണ്ടും പ്രളയം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയുള്ള നേരത്തെ പറഞ്ഞതുപോലുള്ള സിൽറ്റ് റിമൂവൽ പദ്ധതികൾ, ഇതൊക്കെ ഇനിയെങ്കിലും കാര്യക്ഷമമായിട്ട് നടപ്പാക്കാനായിട്ട് നമുക്ക് കഴിയണം. അല്ലാതെ നമ്മളിങ്ങോട്ട് ഈ സില്ലിയായിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചും ആരോപിച്ചും കുറ്റം പറഞ്ഞുമൊക്കെ ഇരുന്നാൽ മതിയോ എന്ന് എല്ലാവരും ചിന്തിക്കണം.